ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റാപ്പിങ്ങും അതിൻ്റെ പാക്കിങ്ങും ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബിഗിനറായിട്ടുള്ള എല്ലാ കൂട്ടുകാരെയും മിക്കവാറും എന്തായാലും ക്ലിങ് ഫിലിം ആയിരിക്കും പാക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനും ക്ലിങ് ഫിലിം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഫുഡ് റാപ്പ് എന്നൊക്കെ പറയും. അതാണ് കേട്ടോ നമ്മളിവിടെ പാക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീതിയുള്ള ക്ലിങ് ഫിലിമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇല്ലാതെ നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒക്കെ വരുന്ന നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു സോപ്പിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ ആ ഒരു ക്ലിങ് ഫിലിമിലോട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു സോപ്പിൻ്റെ പതയുള്ള ഭാഗം ഉണ്ടല്ലോ, അതും മുകളിലായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിങ് ഫിലിമിൽ നമുക്ക് 2 സോപ്പ് വെച്ച് പൊതിയാവുന്നതാണ്. ഒരെണ്ണം വെച്ച് പൊതിയാവുന്നതാണ് കേട്ടോ. പക്ഷെ അത്രയും വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ 2 സോപ്പ് വെച്ചിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ അധികം വരുന്നൊന്നുമില്ല അതിൽ. എന്നിട്ട് നമ്മൾ ആ സോപ്പ് വെച്ചേക്കണതിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പല രീതിയിലും പല കൂട്ടുകാരും നന്നായിട്ട് പൊതിയുന്നവരൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എങ്കിൽ കൂടി നമ്മൾ പൊതിയുന്ന ചെറിയൊരു 1-2 രീതിയാണ് ഇതിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് പൊതിയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ സോപ്പ് പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്തെടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു 2 സോപ്പിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഗ്യാപ്പിൻ്റെ അടുത്ത് വെച്ച് വീണ്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് 2 പോർഷനായിട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ രീതിയിൽ ജസ്റ്റ് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സോപ്പ് ഇതുപോലെ തിരിച്ച് കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ ഒരു സോപ്പിൻ്റെ നല്ല വശത്ത് ഇപ്പോൾ നോക്കിക്കുക നിറയെ ഇങ്ങനെ ചുരുങ്ങി കൂടിയതിലേക്കാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അറ്റം ഇങ്ങനെ കുറച്ചിങ്ങനെ ബാലൻസ് കിടക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്നത് കാണാം. ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വേണം അത് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബിഗിനറായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അത് ശീലമായി പിന്നെ പിടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കുക നല്ല ഫിനിഷിങ്ങിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 ഭാഗത്തായിട്ടും ഇതുപോലെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് പേപ്പർ ബാലൻസ് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു രീതിയിലാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് രീതിയാണ് ഇത് 2 അറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു സൈഡ് ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. അടുത്ത സൈഡും അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് 2 അറ്റവും നിൽക്കുന്നുണ്ട്. അത് രണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മടക്കി ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സോപ്പിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു മടക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സൈഡും ചെയ്യുന്നത് കേട്ടോ. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ബാലൻസ് നിൽക്കുന്നത് തൊട്ടപ്പുറമായിട്ട് ഇപ്പുറത്തും ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. നോക്കിക്കുക നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുന്ന ഒരു ഇതനുസരിച്ചിരിക്കും ഇവിടെ നമ്മുടെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ സോപ്പിൻ്റെ ബാക്ക് വശം ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റിക്കർ പൊളിച്ചിട്ട് ആ ഒരു സോപ്പിൻ്റെ പുറകുവശത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒരു രീതിയിൽ പാക്കിങ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച സെയിം രീതി വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്.
അപ്പോൾ ആദ്യത്തെ രീതിയിൽ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ 2 സൈഡിലായിട്ടാണ് ഒരു ക്ലിങ് ഫിലിം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്, ഒട്ടിച്ച് വെക്കുന്നത്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ക്ലിങ് ഫിലിം വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 2 സോപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 100 ഗ്രാമിൻ്റെ സോപ്പും വെക്കുന്നുണ്ട്, പിന്നെ വെക്കുന്നത് ഒരു 50 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു സോപ്പ് വെച്ചിട്ട് പൊതിയാൻ ബാലൻസ് അത്രയും വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒരു സോപ്പും കൂടെ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 50 ഗ്രാമിൻ്റെ സോപ്പ്. അതും വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്ത് സെയിം രീതിയിൽ തന്നെ ആ ഒരു സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോപ്പ് ക്ലിങ് ഫിലിമിൽ വെക്കുന്നതെല്ലാം സെയിം രീതിയാണ് കേട്ടോ. സോപ്പിന് നല്ല വശം നമ്മൾ കമിഴ്ത്തി വെച്ചിട്ട് ഒരു പതമുള്ള ഭാഗം മുകളിലാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടുണ്ട്. പിന്നെ ബാലൻസ് കുറേ തുമ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം വലിച്ചത് ഇതുപോലെ നമ്മളിങ്ങനെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോപ്പിൻ്റെ ഒരു നല്ല വശത്ത് ഇങ്ങനെ ചുളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വലിച്ച് റെഡിയാക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വലിച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വലിക്കുന്ന ടൈമിൽ പേപ്പർ പോവാതെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നോക്കി നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. മുകൾ ഭാഗവും വന്നിട്ടുണ്ട്, സൈഡ് ഭാഗവും വന്നിട്ടുണ്ട്. ആദ്യത്തെ രീതിയിൽ നമ്മൾ ആ ഒരു സൈഡ് ഭാഗത്താണ് നമ്മുടെ ആ ഒരു ക്ലിങ് ഫിലിമിൻ്റെ ഇത് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവനായിട്ട് നമ്മൾ ബാക്കിലോട്ട് വലിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ഭാഗം നല്ല കവറായിട്ട് കിട്ടും. അപ്പോൾ ഇത് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല എന്താ പറയുക ഭംഗിയിൽ കിട്ടും കേട്ടോ നമ്മുടെ സോപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് നോക്കിയേ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഒരു സോപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ ബോക്സ് മേടിക്കാൻ അങ്ങനെയൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ പലരും തുടക്കത്തിലൊക്കെ ഈ ഒരു ക്ലിങ് ഫിലിം ചുറ്റി മാത്രമായിരിക്കും ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കർ നമുക്ക് ആദ്യമേ അടിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. സാധാരണ വൈറ്റ് കളർ അല്ലെങ്കിൽ പ്രൈസിൻ്റെ ടാഗ് എഴുതുന്ന മാത്രം സ്റ്റിക്കർ ഉണ്ടാവില്ല, അത് ഒട്ടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല നീറ്റായിട്ട് കൊടുക്കുക. പിന്നെ ഇത് 50 ഗ്രാമിൻ്റെ സോപ്പും ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും കവർ ചെയ്യുന്നുണ്ട്. ഇത് പിയേഴ്സിൻ്റെ മോൾഡിലാണ് ചെയ്യുന്നത്. ആ ഒരു മോൾഡിൽ ചെയ്തിരിക്കുന്ന സോപ്പാണിത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫിനിഷിംഗ് ലുക്ക് ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിയേഴ്സിൻ്റെ അത്രയും ഭാഗം ഇങ്ങനെ ഒരു കുഴി പോലെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതും ആ ഒരു സെയിം രീതിയിൽ തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ കുറച്ച് തുമ്പൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് കവർ ചെയ്തപ്പോൾ. ഇത് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ കാണാനായിട്ട്. ഇനി തേർഡ് മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ ക്ലിങ് ഫിലിം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു സോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു സോപ്പിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള ഭാഗത്ത് വീണ്ടും കട്ട് ചെയ്ത് 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് സോപ്പിൻ്റെ ആദ്യത്തെ ഒരു വശം നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി അടുത്തായിട്ട് തൊട്ടപ്പുറത്തെ സൈഡ് നമ്മളിതുപോലെ സോപ്പൊന്ന് മറിച്ച് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് ചുരുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിടർത്തി നിവർത്തി അടുത്ത സൈഡ് ബാക്കിലോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇത് ഒരു 2 സൈഡിലും അറ്റത്തായിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ മിഠായിയുടെ ഒക്കെ കവറിൻ്റെ ഇരിക്കണില്ലേ, അത് മാതിരി ഇരിക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ വീണ്ടും ചുരുട്ടിയിട്ട് ഇതുപോലെ ബാക്കിലോട്ടാണ് വലിച്ചു കൊടുക്കുന്നത്. 2 സൈഡ് നിവർത്തിയിട്ട് ഒന്ന് വലിച്ച് ബാക്കിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതും നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. സൈഡും ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാലൻസ് ഇത്രയും ഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ബാലൻസ് ക്ലിങ് ഫിലിം പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ മടക്കി ഇതുപോലെ മടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത വശം എടുത്ത് മടക്കി എന്നിട്ട് നമ്മൾ സോപ്പ് എടുത്ത് കൈ പിടിച്ച് ഇതുപോലെ ഇപ്പോൾ ചുളിവ് പോലെ വീണ് കിടക്കുമായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചുളിവ് വീണേക്കണം അത്രയും ഭാഗത്ത് ഒന്ന് പിടിച്ചത് ഇങ്ങനെ ആ ഒരു പേപ്പർ വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിച്ചിട്ട് ബാക്കിലോട്ട് വീണ്ടും അത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലായിട്ടും അറ്റത്ത് കുറച്ച് ഇതുപോലെ പേപ്പർ നീണ്ട് കിടക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ പിരിച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ബാക്കിലോട്ട് വലിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം രീതിയിൽ തന്നെ അപ്രയം ചെയ്യുകയാണ്. ഇതുപോലെ ചുരുണ്ട് കിടക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിവർത്തി ഇതാക്കിയിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ബാക്കിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ നോക്കിക്കേ നല്ല ഫിനിഷിങ്ങോട് കൂടി ആ ഒരു സോപ്പിൻ്റെ ഫ്രണ്ട് വശം വന്നിട്ടുണ്ട്. ബാലൻസ് ഇതുപോലെ കുറച്ച് നീണ്ടു കിടക്കുന്ന ആ ഒരു പോർഷനൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിൽ സ്റ്റിക്കർ ഒട്ടിക്കാവുന്നതാണ്. നമ്മൾ എന്ത് സ്റ്റിക്കറാണോ അടിച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട്.
വലിയ പരിപാടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല എന്താ പറയുക എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അത് നമ്മൾ ചെയ്ത 3 രീതിയിലുള്ള ക്ലിങ് ഫിലിം വെച്ച് ചെയ്തേക്കണതാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ്. ആ ഒരു സോപ്പിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ ക്ലിങ് ഫിലിം ഒട്ടിച്ച് വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ അതെ ഫിനിഷിങ് നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം നമ്മൾ നല്ല വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു, ആ ഒരു ക്ലിങ് ഫിലിം അതെ ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വലിച്ചിട്ട് ബാക്കിലോട്ടാണ് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈഡിലൊന്നും ഒരു കുഴപ്പമില്ല. മുഴുവനായിട്ട് നമ്മൾ ആ ക്ലിങ് ഫിലിമിൻ്റെ ഷീറ്റ് വലിച്ചിട്ട് ബാക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത് നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മുടെ 50 ഗ്രാമിൻ്റെ മോഡലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് പോർഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. 2 സൈഡിലും ബാലൻസ് നിന്ന് നമ്മൾ ബാക്കിലോട്ട് പിടിച്ച് വലിച്ചിട്ട് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിഠായി പോലെ 2 സൈഡിലും വന്നു. അത് ഒന്ന് പിരിച്ചിട്ട് ബാക്കിലോട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പാക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇത്രയും നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് ചെയ്തു. അടുത്തായിട്ട് നമുക്കിതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുകളൊക്കെ മേടിക്കാൻ കിട്ടും. ഓൺലൈനായിട്ട് കിട്ടും മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സോപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഒരു കവർ ഒന്നല്ലെങ്കിൽ സീലിംഗ് മെഷീൻ ഉണ്ടല്ലോ അത് വെച്ച് സീൽ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ സീലിംഗ് മെഷീൻ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെല്ലോ ടേപ്പാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് ബോക്സോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. ബോക്സ് മേടിക്കുമ്പോൾ നമ്മൾ സോപ്പിൻ്റെ റേറ്റും കൂട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുകളൊക്കെ മേടിക്കാൻ കിട്ടും. അതിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ സോപ്പ് ഈ ഒരു രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പാക്ക് ചെയ്യാവുന്നത് ഇത് കണ്ടോ, ഇതാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോഫെയിൻ ഷീറ്റാണ് കേട്ടോ ഇത് ഇത്രയും നല്ല കേട്ടോ, നല്ല വീതിക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പോർഷൻ മാത്രം മുറിച്ച് കൊണ്ടുവന്നേക്കണതാണ്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇത് ഓൺലൈനായിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ മുന്നേ നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പേപ്പർ എവിടെ നിന്നാണ് മേടിച്ചത്, ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായിരുന്നു നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇത് രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ അളവനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് സോപ്പിൻ്റെ അളവിൽ കട്ട് ചെയ്യാതെ കുറച്ച് തുമ്പൊക്കെ നീട്ടിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സോപ്പ് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു സോപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു അറ്റത്തായിട്ട് നമ്മളിത് സെല്ലോ ടേപ്പാണ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ 2 അറ്റത്തായിട്ട് ഇതുപോലെ കുറച്ച് തുമ്പ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഒരറ്റത്ത് കുറവ് തുമ്പാണ് കേട്ടോ വരുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡും സെയിം രീതി തന്നെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സോപ്പിൻ്റെ 2 അറ്റത്തായിട്ടും കുറച്ച് ഭാഗമുണ്ട്. അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മടക്കിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വീണ്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സോപ്പിൻ്റെ നല്ല വശത്തേക്കല്ല, സോപ്പിന് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു വശത്തേക്കാണ് നമ്മുടെ ഈ ഒരു സെല്ലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. താഴ്ഭാഗം നമ്മൾ സെറ്റാക്കിയതിന് ശേഷം അടുത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് ഇത്രയും ഭാഗം ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതൊന്ന് കൂട്ടി പിടിക്കുന്നുണ്ട്. കൂട്ടി പിടിച്ചിട്ട് നമുക്കതൊന്ന് സാറ്റിൻ റിബൺ ഉണ്ടല്ലോ ആ ഒരു റിബൺ വെച്ചാണ് കിട്ടുന്നത്. നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളർ റിബണാണ്. റെഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ റെഡ് റിബൺ വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ. കെട്ടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സോപ്പ് ഇരിക്കുന്നത് ഇങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു പാക്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പേപ്പർ നമ്മുടെ ബട്ടർ പേപ്പറാണ് കേട്ടോ. ഇത് വലിയ ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ. അതിൽ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിലുള്ള സോപ്പായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു. അതിനെ വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സോപ്പ് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് മടക്കി കഴിഞ്ഞപ്പോൾ അത്രയും ഭാഗം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പോർഷൻ കണ്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സോപ്പിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്ന ബട്ടർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ സോപ്പ് വെച്ച് ഫസ്റ്റ് ഇതുപോലെ മടക്കി വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ
ലാസ്റ്റ് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ബാലൻസ് കുറച്ച് പേപ്പർ, ബട്ടർ പേപ്പർ ഇതുപോലെ നീണ്ടു കിടക്കുന്നില്ല, ഇത് കുറച്ചധികം നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീണ്ടും ഒന്നും കൂടെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു പേപ്പർ ഇരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സെക്കൻഡ് സൈഡും ഫോൾഡ് ചെയ്തു ഉള്ളിലോട്ട് മടക്കിയിട്ടുണ്ട്. ബാലൻസ് രണ്ട് സൈഡിൽ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഒരെണ്ണം അങ്ങോട്ടേക്കും ഒരെണ്ണം ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം സെല്ലോ ടേപ്പ് ഒട്ടിച്ച ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് കേട്ടോ വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. വീണ്ടും തൊട്ടപ്പുറത്തെ സൈഡ് അതുപോലെ മടക്കിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരെണ്ണം അകത്തേക്ക് ഒട്ടിച്ചു, ഒരെണ്ണം നമ്മളിതുപോലെ പുറത്തേക്കും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 3 സെല്ലോ ടേപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒന്ന് സെൻറ്ററിൽ, 2 അപ്പുറയും ഇപ്പുറയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് പൊതിയുമ്പോൾ കിട്ടുന്നത്. സ്ക്വയർ ടൈപ്പ് സോപ്പിലായിരിക്കും കുറച്ചുകൂടി നല്ലത് ബട്ടർ പേപ്പർ പൊതിഞ്ഞിട്ട് കാണാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച വശമുണ്ടല്ലോ, അവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫിനിഷിങ് ലുക്കോട് കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായി. നമ്മുടെ സോപ്പ് നമ്മുടെ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത പോലെ ആ ഒരു രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെന്തായാലും നമ്മുടെ കവറിൽ ഇനി പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലും നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബോക്സ് ഒന്നും മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സീലിംഗ് മെഷീൻ ഉള്ളവരാണെങ്കിൽ സീൽ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 4 രീതിയിൽ നമുക്ക് സോപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യം റാപ്പ് ചെയ്ത് പിന്നെ പാക്ക് ചെയ്തിട്ടുള്ള സോപ്പുകൾ. 4 സോപ്പും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ പാക്ക് ചെയ്യണമെന്നൊക്കെ ചൂസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ നന്നായിട്ട് പാക്ക് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു രീതിയാണ് കേട്ടോ കാണിച്ച് തന്നത്. ആദ്യത്തെ രീതി നമുക്ക് ജസ്റ്റ് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് മാത്രമായിട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് പാക്ക് ചെയ്ത് അതിലൊരു ട്രാൻസ്പെറൻറ്റ് കവറിലിട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത ഒരു സോപ്പിൽ വീണ്ടും സെല്ലോഫെയിൻ ഷീറ്റ് വെച്ച് പാക്ക് ചെയ്തിട്ട് ഇതുപോലെ റിബണൊക്കെ കിട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണിച്ചത് ബട്ടർ പേപ്പറിൽ പാക്ക് ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിലും കൊടുക്കാവുന്നതാണ്. ബിഗിനറായിട്ടുള്ള കൂട്ടുകാർക്ക് ഈ ഒരു 4 രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്കിങ് ഇത്രയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. വിളിച്ചു കഴിഞ്ഞ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും